ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിജയ കടയ്ക്കൽ. നമ്മുടെ പറമ്പിലൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് പപ്പായ. സാധാരണ ഈ പപ്പായയ്ക്ക് ഒട്ടനവധി ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത് പപ്പായയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ മുഖ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ നമ്മളെല്ലാവരും ചിലവാക്കാറുണ്ട്, ക്രീമുകളൊക്കെ വാങ്ങുന്നതിനും ഫേസ് പാക്കുകൾ വാങ്ങുന്നതിനും ഒക്കെ ആയിട്ട്. അപ്പോൾ അത്തരക്കാർക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് നമ്മുടെ മുഖത്തെ ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് എങ്ങനെയാണ് പപ്പായ യൂസ് ചെയ്യേണ്ടത്, മുഖക്കുരു ഉള്ളവർ എങ്ങനെയാണ് പപ്പായ യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ സ്കിന്ന് നല്ല രീതിയിൽ ഒന്ന് ബ്രൈറ്റ് ആവുന്നതിനും സ്കിന്നിൻ്റെ കളറ് മാറുന്നതിനും എങ്ങനെയാണ് നമ്മൾ പപ്പായ കൊണ്ട് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ള 3 തരത്തിലുള്ള കാര്യങ്ങളും ഞാനിന്ന്, അതായത് 3 ഫേസ് പാക്കുകൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ പപ്പായ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പപ്പായയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് പപ്പായ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നത് ഏകദേശം 16 ഗ്രാം കാർബോഹൈഡ്രേറ്റും 62 കലോറി ഊർജവും 2.5 ഗ്രാം ഫൈബറും അതുപോലെ തന്നെ 0.7 ഗ്രാം പ്രോട്ടീനും 0.4 ഗ്രാം ഫാറ്റും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കൊളസ്ട്രോൾ ഫ്രീ ആണ്, അതുപോലെ തന്നെ ഷുഗർ കണ്ടൻറ്റ് വളരെ കുറവാണ്, ഫൈബർ നല്ല രീതിയിലുണ്ട്, അതുപോലെ തന്നെ ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയെ ഒന്ന് ശക്തിപ്പെടുത്തുന്നതിനും വളരെയേറെ സഹായിക്കും. ഇനി പപ്പായയിലേക്ക് വന്നു കഴിഞ്ഞാൽ, പപ്പായയുടെ അകത്ത് നമ്മൾ സ്ഥിരമായിട്ട് പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടി വളർച്ചയും അതുപോലെ തന്നെ മുഖ സൗന്ദര്യം, അതായത് സ്കിൻ ബ്രൈറ്റനിങ്ങും ഒക്കെ നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പപ്പായയുടെ അകത്ത് നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേഷൻ പ്രോസസ്സിനെ കുറയ്ക്കുന്നതിനും നമ്മുടെ പഴയ സെല്ലുകളൊക്കെ പോയിട്ട് പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നതിനുമൊക്കെ ആയിട്ട് പപ്പായ നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ലൈക്കോപ്പൈനും ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതിന് പപ്പായ കഴിക്കുമ്പോൾ നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന പൈപ്പിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് അടിയുന്ന കൊളസ്ട്രോളിനെയും ഹൃദ്രോഗത്തിൻ്റെ സാധ്യത കുറയ്ക്കുന്നതിനും ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനും ഒക്കെ പപ്പായ നമ്മൾ പതിവായിട്ട് കഴിക്കുമ്പോൾ നമ്മളെ സഹായിക്കും. പിന്നീട് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് നമുക്ക് ബീറ്റാ കരോട്ടിൻസും ഫ്ലേവനോയിഡ്സും ഒക്കെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈബറിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും മലബന്ധം, അസിഡിറ്റി, പുളിച്ചു തികട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നതിനും നമ്മുടെ കുടലിൻ്റെ അകത്തുള്ള, അതായത് ഇൻറ്റസ്റ്റൈനൽ മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് നിർത്തുന്നതിനുമൊക്കെ ഇത്തരത്തിൽ പപ്പായ നമ്മൾ പതിവായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ട് പഴുക്കാത്ത പപ്പായയാണ് നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത്, അതായത് വയറിൻ്റെ അകത്തൊക്കെ ഉണ്ടാകുന്ന കൃമിശല്യം അല്ലെങ്കിൽ വിരശല്യം അത് നല്ല രീതിയിൽ കുറയുന്നതിനും നമ്മുടെ ശരീരത്തിൽ ഹെൽത്തി ബാക്ടീരിയാസൊക്കെ വളരുന്നതിനുമൊക്കെ ആയിട്ട് പപ്പായ സഹായിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് പപ്പായ കഴിക്കാൻ പറ്റും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് അനാവശ്യമായിട്ടുള്ള കൊളസ്ട്രോൾ അടിഞ്ഞുകൂടും എന്ന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ പപ്പായ നമ്മൾ പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട, അതായത് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഉപയോഗ രീതിയെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങളുമൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ ഇനി അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്, നമുക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക്, മുഖക്കുരു കൂടുതലായിട്ടുള്ളവർക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ സ്കിന്ന് കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഫേസ് പാക്കിനെയും കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ സ്കിൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് പപ്പായയാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മളൊരു പപ്പായ എടുത്തിട്ട് 4ആയിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതായത് സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തു, അതിനെ 4ആക്കിയിട്ട് അതിൽ 2 ഭാഗം എടുക്കും, നമുക്ക് ഏകദേശം ഒരു 1/2 കപ്പ് പപ്പായ കിട്ടും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് പഴുത്ത 1/2 കപ്പ് പപ്പായ എടുത്ത് നന്നായിട്ടൊന്ന് നമ്മൾ ഉടച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് 2 ടീസ്പൂണ് പാല് ആഡ് ചെയ്യുക, 1 ടീസ്പൂണും തേനും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫേസ് പാക്കായിട്ട് നമ്മുടെ ഫേസിൽ ഇടാൻ പറ്റുന്ന രീതിയിൽ മിക്സ് ചെയ്ത് ഏകദേശം 20 മിനിറ്റ് അനക്കാതെ ഒരു സ്ഥലത്തേക്ക് വെക്കുക. അതിനുശേഷം
നമ്മുടെ ഫേസിലേക്ക് ഏകദേശം 45 മിനിറ്റ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയുകയാണ് എന്നുണ്ടെങ്കിൽ മുഖത്തുണ്ടാവുന്ന ഡ്രൈനെസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. മുഖത്ത് കാര പോലെ വരുന്നതും അതുപോലെ തന്നെ ചുണ്ടിലുണ്ടാവുന്ന മുരിച്ചിൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള മുഖക്കുരു മാറുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1/2 കപ്പ് പപ്പായ എടുക്കുന്നു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച്, അതായത് 1 ടീസ്പൂണ് നാരങ്ങയുടെ നീരും അതുപോലെ തന്നെ 1 ടീസ്പൂണ് തേനും കൂടി മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂണ് ചന്ദനത്തിൻ്റെ പൊടി, അതായത് സാൻഡൽ പൗഡറും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 20 മിനിറ്റ് അനങ്ങാതെ ഒരു സ്ഥലത്തേക്ക് വെക്കുക. അതിനുശേഷം ഫേസിൽ നല്ല രീതിയിൽ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് 45 മിനിറ്റ്സ് കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് വാഷ് ചെയ്യുകയാണെങ്കിൽ മുഖക്കുരു പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഈ മെത്തേഡ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ തന്നെ ഇനി നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ മിക്സിങ്ങിൻ്റെ അകത്ത് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തണം. അതായത് 1/2 കപ്പ് പപ്പായ എടുക്കുന്നു. അതിൻ്റെ അകത്തേക്ക് 2 ടീസ്പൂണ് പാലൊഴിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ 20 മിനിറ്റ് വെച്ചതിന് ശേഷം 45 മിനിറ്റ് ഫേസിൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് തണുത്ത വെള്ളം, നേരത്തെ ചൂടുവെള്ളമായിരുന്നു, ഇനി തണുത്ത വെള്ളം ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫേസിനൊരു ബ്രൈറ്റ് ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ആദ്യത്തെ ഫേസ് പാക്ക് ഞാൻ പറഞ്ഞത് ഡ്രൈ സ്കിന്നിനും, രണ്ടാമത്തെ ഫേസ് പാക്ക് മുഖക്കുരുവിനും, മൂന്നാമത്തെ ഫേസ് പാക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് മുഖത്തിൻ്റെ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡുമാണ് പറഞ്ഞത്. അപ്പോൾ ഈ 3 മെത്തേഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിച്ചാലും കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.